ഫിലിം ഗാരേജിന്റെ അബ്രഹാം മോസ്ലർ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ അബ്രഹാം മോസ്ലർ ആ സിനിമയുടെ 3-ാം ദിവസമായ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശനിയാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കൃത്യമായ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ ഒരിക്കൽ കൂടി ആദ്യ ദിവസത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,10,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാട് നിന്നും 6 കോടിയോളം രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. 2-ാം ദിവസത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. 2 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ ഉറപ്പായതാണ്. എന്നാൽ ഇപ്പോഴത്തെ 2,34,00,000 ഇന്നലെ വെള്ളിയാഴ്ച മാത്രം സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പകൽ സമയങ്ങളിലേക്കാൾ വമ്പൻ കളക്ഷൻ വർധനയാണ് രാത്രി ഷോകളിലെ എക്സ്ട്രാ ഷോകളിലെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു മിനിമം കളക്ഷനാണ് വെള്ളിയാഴ്ച 2-ാം ദിവസവും സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5,44,00,000 അബ്രഹാം മോസ്ലർ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 2-ാം ദിവസം സിനിമയ്ക്ക് വേൾഡ് വൈഡ് എത്ര കളക്ഷൻ ലഭ്യമായി എന്ന് ഇനിയും വ്യക്തമല്ല. എങ്കിലും ഏറെക്കുറെ ഉറപ്പിക്കാം 10 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്ന്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനോടൊപ്പം 2-ാം ദിവസത്തെ കേരള കളക്ഷൻ മാത്രം കൂട്ടുമ്പോൾ 8 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ഗ്രോസ് വരും. അപ്പോൾ എങ്ങനെ പോയാലും 10-12 കോടി റേഞ്ചിൽ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. ഇന്നും നാളെയും കിടിലൻ കളക്ഷൻ വരുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇതിനിടയിൽ സിനിമ 50 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുമോ എന്നൊരു ചോദ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ സിനിമയുടെ ട്രെൻഡെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും 50 കോടി സാധ്യതയുണ്ട്. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ 20-25 കോടി റേഞ്ചിലാണ് നിലവിൽ നാം വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തിങ്കൾ മുതലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് നിർണായകം. മലൈക്കോട്ടെ വാലിബന്റെ റിലീസ് വരെ നിലവിൽ ഒരു സിനിമയും ചിത്രത്തിന് ഭീഷണിയൊന്നും തന്നെയില്ല. അബ്രഹാം മോസ്ലർ എന്ന സിനിമയിൽ മമ്മൂക്ക കൂടി കാമിയോ റോളിലെത്തുന്നുണ്ട്. 10 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് 25 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ മതി തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. അതെന്തായാലും 4 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയെടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൊണ്ട് ജയറാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം.